പ്രേമലു, തണ്ണീർമത്തൻ ദിനങ്ങൾ, സൂപ്പർ ശരണ്യ എന്നീ സിനിമകൾക്ക് ശേഷം എ ഡി ഗിരീഷ് സംവിധാനം ചെയ്ത മൂന്നാമത്തെ സിനിമയാണ് പ്രേമലു. വെള്ളിയാഴ്ച തിയേറ്ററിൽ റിലീസായ ഈ ചിത്രത്തിൽ നസ്ലീൻ, മമിത ബൈജു, സംഗീത് പ്രതാപ് തുടങ്ങിയവർ അഭിനയിച്ചിട്ടുണ്ട്. 2 മണിക്കൂർ 36 മിനിറ്റോളം ഉണ്ട് ഈ സിനിമയുടെ ഡ്യൂറേഷൻ. അപ്പോൾ ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള വീഡിയോ റിവ്യൂ ആണ് ഇത്. സിനിമയുടെ ടൈറ്റിൽ സൂചിപ്പിക്കുന്ന പോലെ പ്രേമലു ഒരു എൻ്റർടൈനറാണ് ഈ പടം. യൂത്ത്ഫുൾ റോം കോം അല്ലെങ്കിൽ ടീനേജ് റോം കോം എന്നൊക്കെ പറയാം. എ ഡി ഗിരീഷിൻ്റെ സിനിമകൾ നമുക്കറിയാം. തണ്ണീർമത്തനായാലും സൂപ്പർ ശർണിയൊക്കെ ആയാലും അതേപോലത്തെ സിനിമയാണ്. ഈ സിനിമയിൽ കുറച്ച് മാറ്റം എന്ന് പറഞ്ഞാൽ കുറേ കൂടി അർബൻ ലൈഫിനെ കാണിക്കുന്നുണ്ട് ഈ സിനിമയിൽ. നസ്ലീനും മമിത ബൈജു ആ ഒരു സ്ക്രീൻ കെമിസ്ട്രി തന്നെ നല്ല രസമായിരുന്നു. പിന്നെ ഈ പ്രാവശ്യം നസ്ലീൻ്റെ കൂടെ കൂട്ടുകാരനായിട്ട് വന്നിട്ടുണ്ട് സംഗീത് പ്രതാപ്. അവരുടെ ഒരു കോമ്പിയും സൂപ്പറായിരുന്നു. പിന്നെ ശ്യാമോഹൻ അവതരിപ്പിക്കുന്ന ഒരു ക്യാരക്ടറുണ്ട്, നല്ല രസമാണ്. ഇങ്ങനെ ഞാൻ പറയുന്നുള്ളൂ, ബാക്കി നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഷാമോഹൻ്റെ ആ ഒരു ക്യാരക്ടർ സിനിമയ്ക്ക് ഭയങ്കര ഒരു രസം കൊടുത്തിട്ടുണ്ട്. കാരണം നസ്ലീൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്ന ഒരു ക്യാരക്ടറാണ്. നസ്ലീൻ ഒരുപാട് വെല്ലുവിളികൾ ഉയർത്തുന്ന ഒരു ക്യാരക്ടറാണ്. അത് സിനിമയിൽ കുറേ നല്ല സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഒരു ടീം, നസ്ലീന്, മമിത ബൈജു, സംഗീത്, ശ്യാം, അൽത്താഫ്, മമതയുടെ കൂട്ടുകാരികളായിട്ട് വരുന്ന ആൾക്കാർ, ഇതൊക്കെ ഇവരുടെയൊക്കെ ഒരു കോംബോ ഉണ്ടല്ലോ, നല്ല രസമാണ്. അതുപോലെ തന്നെ ഈ നസ്ലീൻ മമിതയുടെ റൊമാൻസ് ഉണ്ട് സിനിമയിൽ. സിനിമയുടെ പേര് പ്രേമലു ആണെങ്കിലും കൂടുതലും സിനിമ ഫോക്കസ് ചെയ്തിരിക്കുന്നത് തമാശ രംഗങ്ങളാണ്. തമാശ എന്ന് പറയുമ്പോൾ സിറ്റുവേഷണൽ കോമഡീസ് എന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല, കുറേ കൂടി ഡയലോഗിൽ ഊന്നിയിട്ടുള്ള കോമഡിയാണ്. നമ്മൾ ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ കാണുന്നവർക്കറിയാം. അതിൽ നിന്നുള്ള കുറേ സാധനങ്ങളൊക്കെ ഇവർ എടുത്തിട്ടുണ്ട്. പിന്നെ പഴയ കുറേ സിനിമയിലെ ഡയലോഗുകൾ റെഫറൻസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ദേവരാഗം സിനിമയിലെ യാദവ എന്ന് പറഞ്ഞൊരു പാട്ട്, യദുകുല കാമ്പൂജി, അയ്യോ ആ ഒരു സീനൊക്കെ ഉണ്ടല്ലോ, തിയേറ്ററിൽ ചിരിച്ച് മറിയുന്നുണ്ടായിരുന്നു പിള്ളേരൊക്കെ. ഇതൊരു വെൽ ക്രൗഡഡ് തിയേറ്ററിൽ, പ്രത്യേകിച്ച് യൂത്തിൻ്റെ ഒരു ബഹളമുണ്ട് ഈ സിനിമയ്ക്ക്. അവരുടെ കൂടെ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ നല്ല രസമായിട്ട് ഇഷ്ടപ്പെടും. ഞാൻ ഫാമിലിയായിട്ടാണ് ഈ സിനിമ കണ്ടത്, നല്ല രീതിയിൽ ചിരിച്ചു കേട്ടോ, കുറേ ചിരിക്കാനുണ്ട്. ഇപ്പം നമ്മൾ ഈ തിയേറ്ററിൽ ഇങ്ങനത്തെ സിനിമകളൊക്കെ ചിരിക്കാനുണ്ട്, നല്ല രസമാണെന്ന് പറയും. ഇതൊക്കെ OTT വരുമ്പോൾ പലർക്കും ബോറായിട്ടൊക്കെ തോന്നും. ഈ സിനിമയ്ക്ക് തിയേറ്ററിൽ തന്നെയാണ് എൻജോയ് ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മൂഡ്, വൈബൊക്കെ നല്ല രസമായിട്ട് തിയേറ്ററിൽ എൻജോയ് ചെയ്യാൻ പറ്റും. സിനിമയുടെ ഡ്യൂറേഷൻ 2 മണിക്കൂർ 36 മിനിറ്റ് ഉണ്ട്. പക്ഷേ ഒരിടത്ത് പോലും എനിക്ക് ലാഗൊന്നും ഫീൽ ചെയ്തില്ല. നല്ല ഒഴുക്കോട് കൂടി പോകുന്നൊരു സിനിമയാണ്. സിനിമയിൽ തമിഴ്നാടും ഹൈദരാബാദും ഒക്കെ പശ്ചാത്തലമായിട്ട് വരുന്നുണ്ട്. നസ്ലീൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം സച്ചിൻ, സത്യം പറഞ്ഞാൽ ഇന്നത്തെ യൂത്തിൻ്റെ ഒരു പ്രതീകമാണെന്നൊക്കെ പറയാം. പ്രേമിക്കാനൊക്കെ നോക്കി, അതൊക്കെ ഫെയിലായി പോയി. വിദേശത്ത് പോകാൻ പ്ലാനുണ്ട്. അതിനിടയ്ക്കാണ് ഹൈദരാബാദിൽ എത്തുകയും മമിത ബൈജുവിൻ്റെ ക്യാരക്ടറിനെ കണ്ടുമുട്ടുകയും ചെയ്യുന്നത്. അപ്പം പിന്നെ അങ്ങോട്ട് പ്രണയമാണ്. നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുള്ളൊരു വൺ വേ പ്രണയമാണ്. അതിൻ്റെ കുറേ നിമിഷങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. സിനിമ നല്ല, ഞാൻ പറഞ്ഞല്ലോ, ഒരു കാർ റൈഡ് കാണിക്കുന്നുണ്ട്, ഒരു പബ്ബിലെ കുറേ മൊമെൻറ്റ്സ് കാണിക്കുന്നുണ്ട്, ഒരു കല്യാണത്തിന് ഇവർ പോകുമ്പോൾ അവിടെയുള്ള കുറേ രസമായിട്ടുള്ള സീക്വൻസ് കാണിക്കുന്നുണ്ട്. നമുക്കിങ്ങനെ അടുത്തടുത്തടുത്ത് ഒരുപാട് നല്ല രസമുള്ള സീക്വൻസ് തന്നിട്ടുണ്ട്. വിഷ്ണു വിജയൻ്റെ പാട്ടുകളെക്കാൾ ഒരു BGM ഒക്കെ നല്ല എഫക്റ്റീവായിരുന്നു തിയേറ്ററിൽ. ഗിരീഷിന് യൂത്തിൻ്റെ പൾസ് അറിയാം, അതനുസരിച്ചിട്ട് സ്ക്രിപ്റ്റും ഡയറക്ഷനും ഒക്കെ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നസ്ലീൻ ഉണ്ടല്ലോ, നസ്ലീന് എനിക്കൊന്ന് തിയേറ്ററിലെ റെസ്പോൺസും കൂടെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി യൂത്തിന് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ കുറേ എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ പുള്ളിയുടെ കുറേ അഭിനയങ്ങളൊക്കെ. അതൊക്കെ നല്ല രീതിയിൽ തന്നെ നസ്ലീൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ നസ്ലീൻ, മമിത, ഈ പറഞ്ഞ എന്താ പറയുക, സംഗീത്, അവരുടെയൊക്കെ കുറേ നല്ല സീൻസ് ഉണ്ട്. അതൊക്കെ തിയേറ്ററിൽ തന്നെയാണ് ആസ്വദിക്കേണ്ടത്. സത്യം പറഞ്ഞാൽ പ്രേമലു നമുക്കൊരു എന്താ പറയുക, ഒരു സിമ്പിൾ പടമാണ്, ഒരു സ്ട്രെസ് റിലീഫ് പടമാണ്. റിലാക്സ് ആയിട്ടിരുന്ന് കുറച്ചൊക്കെ ചിരിച്ച് സിനിമ മൊത്തം കണ്ടു കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഹൃദയം നിറഞ്ഞിറങ്ങാമെന്ന് പറയില്ല, അങ്ങനെയുള്ളൊരു ഫീൽ ഈ സിനിമ തരുന്നുണ്ട്. എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റും. കാരണം ഇന്നത്തെ ഈ കാലത്ത് എല്ലാവരും യൂട്യൂബിലെ വീഡിയോസൊക്കെ കാണുന്നതാണ്. യൂട്യൂബിലെ ചൂരൽ വീഡിയോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, അതിലെ പുള്ളി ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിയുടെ ചില തഗ് ഡയലോഗൊക്കെ ഉണ്ട്. കുറേ സംഭവങ്ങൾ യൂട്യൂബിൽ, ഇൻസ്റ്റയിലുള്ള കുറേ സംഭവങ്ങൾ, അല്ലെങ്കിൽ പഴയ കുറേ സിനിമകളുടെ ഡയലോഗുകൾ, അങ്ങനെ കുറേ എൻജോയ് ചെയ്യാൻ പറ്റിയ മൊമെൻറ്റ്സ് ഉണ്ട്. സിനിമയിലെ കഥയും സ്ക്രിപ്റ്റും ഒക്കെ അതിഭയങ്കരമാണെന്ന് ഞാൻ പറയില്ല. ഒരുപാട് സിനിമകളിൽ നമ്മൾ കണ്ട തീമും ഒക്കെ തന്നെയാണ്. പക്ഷേ അതിനെ വെൽ റിട്ടൺ ആയിട്ട് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് സിനിമ കണ്ടിറങ്ങുമ്പോൾ കൊള്ളാം, കുറേ ചിരിച്ചല്ലോ, കുറച്ച് എന്താ പറയുക, സന്തോഷിച്ചല്ലോ, അങ്ങനെ മനസ്സ് നിറഞ്ഞിറങ്ങാവുന്ന ഒരു സിനിമയായിട്ടാണ് പ്രേമലു തോന്നിയത്. കണ്ടിട്ടില്ലെങ്കിൽ തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. ഈ വീക്കെൻഡിൽ കാണാൻ പറ്റിയൊരു പടമാണ്. എന്താ പറയുക, മലയാള സിനിമയിൽ ഭയങ്കര റിയലിസ്റ്റിക് സിനിമകൾ വരുന്നു, അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയുക, സീരിയസ് സിനിമകൾ വരുന്നു എന്നൊക്കെ പറയുന്നവർക്ക് വളരെ ലൈറ്റ് ഹാർട്ടഡായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ടീനേജ് റോം കോം സിനിമയാണ് പ്രേമലു. ഇതാണ് ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ അഭിപ്രായം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ശ്രീ ചാനൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു വീഡിയോ ആയിട്ട് ശ്രീ കൂടി പിന്നീട് കാണാം.